തലമുറയുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഞങ്ങളുടെ ഭൗതിക മണ്ഡലങ്ങൾ ഓർക്കുമ്പോൾ, ആത്മീക ജീവിതം ഓർക്കുമ്പോൾ എന്റെ ദൈവം എന്ന് പറയാൻ കഴിയുന്നില്ല. കാരണം ദൈവം എന്നെ മറന്നതുപോലെയാണ്. ചിലരൊക്കെ അങ്ങനെ പദം പറഞ്ഞ് കരയുന്നത് ഞാൻ കാണാറുണ്ട്. സഭാ ശുശ്രൂഷയിലായതുകൊണ്ട് ആമേൻ, ഞാൻ പറയാം സഹോദരങ്ങളെ, പലരും ദൈവസന്നിധിയിൽ വാവിട്ട് നിലവിളിച്ച് ദൈവത്തോട് അഭയാചന കഴിച്ചിട്ടും ചിലപ്പോഴൊക്കെ പറയും, ഈ ദൈവം ഇടപെടുന്നില്ലല്ലോ എന്ന്. ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് ആമേൻ, എന്റെ നാട്ടിലെ കോതമംഗലമാണ് എന്റെ നാട്. എന്റെ നാട്ടിൽ ഒരച്ചായൻ ആമേൻ വളരെ ക്ഷീണിതനായിട്ടിരിക്കുകയാണ്. നന്നായി ദൈവത്തെ സേവിച്ചു വന്നതാ. എന്റെ ലോക്കൽ സഭയിലെ പാസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഒന്ന് വന്ന് അച്ചായനോടൊന്ന് സംസാരിക്കണം. ഞാൻ അവിടെ ചെന്നു. അദ്ദേഹവുമായിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനുള്ള അതൊരു പ്രൗഢല്ലേ, അതൊരു അഭിമാനമല്ലേ, അത് നമുക്കൊരു ബലമല്ലേ, അത് നമുക്കൊരു ശക്തിയല്ലേ. ഇവിടെ പറയുക, എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കും. ഈ കോൺഫിഡൻസ് നമുക്കുണ്ടോ? സ്തോത്രം. മറുപടി കിട്ടാൻ താമസിച്ചു കാണും, ഉത്തരം കിട്ടിക്കാണില്ല, സങ്കടം ഉണ്ടായിരിക്കും, ബുദ്ധിമുട്ടുണ്ടായിരിക്കും. നീ പ്രാർത്ഥിച്ചതുപോലെ തന്നെ സംഭവിക്കണമെന്നില്ല, അത് കിട്ടിക്കാണുകയില്ല. ചോദിച്ചത് അപ്പോൾ തന്നെ എടുത്ത് തരണമെന്നുമില്ല പ്രിയരെ. പക്ഷേ ദൈവത്തെ തള്ളി പറയാൻ പാടില്ല. ഇവിടെ വളരെ ആത്മവിശ്വാസത്തോടെ താൻ പറയുന്ന പദം എന്താന്ന് കേൾക്കണ്ടേ? എന്റെ ദൈവം, എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കും. ഞാൻ ഈ വാക്യം വ്യാഖ്യാനിച്ചപ്പോൾ, ഇതിനെക്കുറിച്ച് ധ്യാനിച്ചു വന്നപ്പോൾ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ ഒരു ദൂത് ഇങ്ങനെയാണ്. അതിങ്ങനെയാണ് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. ഒരിക്കൽ വീട്ടിൽ നിന്ന് ആഭരണങ്ങളൊക്കെ ധരിച്ച് വസ്ത്രവിഭൂഷിതനായി തന്റെ ഭാര്യയുമൊത്ത് അവൻ ആലയത്തിലേക്ക് പോകുന്ന ഒരാളുണ്ട്. അവൻ സക്കറിയ പുരോഹിതൻ, തന്റെ ഭാര്യ എലിസബത്ത്, അവർ രണ്ടുപേരും വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ദൈവാലയത്തിലേക്ക് പോകാനാണ്. അവർ ദൈവാലയത്തിലേക്ക് പോയി. നമുക്കറിയാം, സക്കറിയ പുരോഹിതൻ ദൈവത്തിന്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യാൻ പോകുന്നു. തന്റെ സഹധർമ്മിണിയും ദൈവത്തിന്റെ ആലയത്തിലേക്ക് പോകുകയാണ്. ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് പലപ്പോഴും. രണ്ടുപേരും കടന്നു പോകുമ്പോഴും പൊതുജനം വീക്ഷിക്കുന്നത് പല മേഖലകളിൽ നിന്നാണ്. ഇങ്ങനെ ചിന്തിച്ചു കാണും ചിലര്. ഈ കൊട്ടും പാട്ടും ഈ ശുശ്രൂഷയും തുടങ്ങിയിട്ട് നാള് കുറെ ആയില്ലേ, എന്നിട്ട് എന്തേ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി കിട്ടാത്തത്? നീ ആരാധിച്ചിട്ട് വർഷങ്ങളായില്ലേ, എന്തേ ഒരു മറുപടി കിട്ടാത്തത്? നീ ഉപവസിച്ചിട്ട് നാളുകൾ ഏറെയായില്ലേ, എന്തേ നിനക്കൊരു മറുപടി കിട്ടാത്തത്? ചോദ്യങ്ങൾ പലതാണ്, കമന്റുകൾ പലതാണ്. നമ്മെ കുത്തി നോവിക്കുന്ന, വേദനിപ്പിക്കുന്ന, സങ്കടപ്പെടുത്തുന്ന, തകർത്ത് കളയുന്ന, നമ്മെ നിശേഷം അപമാനിക്കത്തക്ക നിലകളിലുള്ള അനവധി ചോദ്യങ്ങൾ ഒരു ദൈവ പൈതൽ അഭിമുഖീകരിക്കുമ്പോൾ ഓർക്കണം, എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണെന്ന് വിശ്വസിക്കാൻ ഇടയായി തീരണം. ഞാൻ പറയട്ടെ, അപമാനിക്കുന്നവർ അപമാനിക്കട്ടെ, കുറ്റം പറയുന്നവർ കുറ്റം പറയട്ടെ, വേദനിപ്പിക്കുന്നവർ വേദനിപ്പിക്കട്ടെ, നമ്മെ നിഷ്കാസനം ചെയ്യുമെന്ന് പറയുമ്പോൾ അത് ചെയ്യട്ടെ. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ഇതിന്റെ എല്ലാം നടുവിൽ എലിസബത്തും സക്കറിയാവും തങ്ങളിൽ നിക്ഷിപ്തമായ ആ ക്രമീകരണത്തിൽ അവർ മുന്നോട്ട് പോവുകയാണ്. സക്കറിയാവിന്റെ ചിന്ത ആലയത്തെ ശുശ്രൂഷിക്കണം എന്നുള്ളതാണ്. ആമേൻ. എലിസബത്ത് ആലയത്തിലൂടെ പ്രാർത്ഥിക്കുകയാണ്. നോക്കിക്കേ, സക്കറിയാവിന് ഭാരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ മക്കളില്ലാതെ ഒത്തിരി അവമാനിക്കപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പറയുകയാണെങ്കിൽ കുഞ്ഞുങ്ങളില്ലെങ്കിൽ മച്ചൻ എന്ന് വിളിക്കും ചിലര് പറയും നിന്റെ കുഴപ്പം കൊണ്ടാ മക്കൾ ഉണ്ടാകാത്തെന്ന് പറയും. ചിലര് പറയും ഇവൻ വലിയ കൊടിയ പാപം ചെയ്തവനാന്ന് പറയും. ചിലര് പറയും ഇത് ഭയങ്കര ശാപമാണെന്ന് പറയും. ചിലര് പറയും അത് പാരമ്പര്യമായിട്ട് അങ്ങനെയാ, അവരൊന്നും ഗതി പിടിക്കില്ല, ഗുണം പിടിക്കില്ലെന്ന് പറയാറുണ്ട്. എന്നാൽ ഞാൻ പറയാം, സക്കറിയ വന്ന് പകലിൽ ദൈവത്തിന്റെ ആലയത്തിലേക്ക് പോകുമ്പോൾ അവൻ അന്ന് സാധാരണ പോകുമ്പോലെയാ പോയത്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, എല്ലാ സൺഡേയിലും ഇതുപോലെ ഈ ഓൺലൈൻ മീറ്റിംഗ് സഹോദരങ്ങളായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ. എല്ലാ ആഴ്ച പോലെ കൂടി അല്പനേരം ആരാധിക്കാം, പ്രാർത്ഥിക്കാം, പിന്നെ ദൈവത്തിന്റെ വചനമൊക്കെ കേട്ട് പോകാം.
സാധാരണ ചിന്തയാണെങ്കിൽ ഞാൻ പറയാം, അതിനപ്പുറത്ത് ഇന്ന് രാത്രി ഒരു സ്പെഷ്യൽ ദൈവത്തിന്റെ ആലോചന പറയട്ടെ. എല്ലാ ദിവസത്തെ പോലെ നീ കാണണ്ട, ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാമെന്ന ഒരു വാഗ്ദത്തം ഇന്ന് പകൽ സ്വർഗത്തിൽ ദൈവം കൈമാറാൻ പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ എന്റെ ദൈവജനത്തെ നിങ്ങൾക്ക് മനസ്സുണ്ടോ എന്നാണ് ചോദ്യം. സ്തോത്രം. നിന്നോട് ഈ രാത്രി പറഞ്ഞാൽ ഈ ദൂത് ഏറ്റെടുക്കാൻ മനസ്സുണ്ടോ എന്ന ചോദ്യം. എന്താണ് ദൂത്? ദൂതിതാണ് നിന്റെ പ്രാർത്ഥന. നിന്റെ സഹോദരന്റെ അല്ല, നിന്റെ ഭർത്താവിന്റെ അല്ല, നിന്റെ ഭാര്യയുടെ അല്ല, നിന്റെ പ്രിയപ്പെട്ടവരുടെ സ്വതക്കാരുടെ അല്ല, നിന്റെ പ്രാർത്ഥന. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാൻ ഈ ദൈവം വിശ്വസ്തനാണ് എന്ന് ഒരാഴമേറിയ അകൈതവമായ ഒരു വിശ്വാസം നമ്മുടെ അകത്തെ രൂഢമൂലമാകാൻ കഴിയുമെങ്കിൽ ഈ രാത്രി നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് വിടുതലായി തീരാൻ ആഗ്രഹിക്കുകയാണ്. ശ്രദ്ധിക്കൂ, സെക്കര്യാവ് ചെന്നു, താൻ ആലയത്തിലേക്ക് കയറിപ്പോയി. സെക്കര്യാവ് ആലയത്തെ ശുശ്രൂഷിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവിടെ ഒരു ദൂതൻ വെളിപ്പെട്ടു. നമുക്കറിയാം, ഞാൻ വായിപ്പിക്കുന്നില്ല. ദൂതൻ വെളിപ്പെട്ടിട്ട് പറഞ്ഞ മറുപടി എന്താ കേൾക്കണ്ടേ? ദൂതൻ പറഞ്ഞ, സെക്കര്യാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായെന്നാണ് എഴുതിയിരിക്കുന്നത്, മറുപടിയായെന്നല്ല പറഞ്ഞത് കേട്ടോ. ഈ ഓൺലൈനിൽ ഇരിക്കുന്ന ദൈവജനത്തോട് പറയാം, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി എന്ന ദൂതുമായിട്ട് മടങ്ങാനല്ല പറഞ്ഞത്, ഉത്തരമായെന്നാ പറയുന്നത്. ഉത്തരമെന്ന് പറയുമ്പോ എന്റെ കാഴ്ചപ്പാടിൽ ഞാനൊരു ചെറിയ ഒരു കാര്യം ഓർപ്പിക്കാം. എനിക്ക് ഒരാവശ്യമുണ്ടെന്ന് കാര്യമില്ല. എന്നെ ഈ മീറ്റിംഗിലേക്ക് വിളിച്ച ആ ദൈവദാസൻ സഞ്ജു എന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലെ ദൈവദാസന്റെ പേര്. ആ ദൈവദാസന്റെ അടുക്കൽ ചെന്നിട്ട് ഞാൻ പറയുക, ഒരു ഉദാഹരണം, ദൈവദാസനെ എനിക്ക് ഒരു 10,000 രൂപ ആവശ്യമുണ്ട്, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ? അപ്പൊ അദ്ദേഹം മറുപടി പറയാൻ എന്നോട്, അയ്യോ ജിജോ പാസ്റ്ററെ, ഇന്ന് രാവിലെ 8 മണി വരെ എന്റെ കയ്യിൽ 1,00,000 രൂപയുണ്ടായിരുന്നു. സോറി പാസ്റ്ററെ, ഇന്ന് 8 മണി ആയപ്പോൾ എന്റെ ആത്മാർത്ഥ സ്നേഹിതൻ വന്ന് ആ പണം വാങ്ങിക്കൊണ്ടുപോയി. എന്റെ കയ്യിൽ ഇല്ലല്ലോ ദൈവദാസനെ, ക്ഷമിക്കണേ എന്ന് പറഞ്ഞു. അതൊരു മറുപടിയായിട്ട് എനിക്ക് തോന്നി. എന്നാൽ ഉത്തരം എനിക്ക് അങ്ങനെയല്ല കിട്ടിയത്. ഞാൻ ചോദിക്കുമ്പോൾ അദ്ദേഹം എന്ത് പറയുക, അതിനെന്താ ദൈവദാസനെ, ഇന്ന് പിടിക്കൂ എന്ന് പറഞ്ഞ് എന്റെ കയ്യിലേക്ക് തരുമ്പോൾ എനിക്കത് വലിയൊരു ഉത്തരം തന്നെയാണ്. മറ്റത് ഒരു മറുപടിയാണെങ്കിൽ ഉത്തരത്തിന് അല്പം വ്യത്യാസമുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നത്. ഈ രാത്രിയിൽ ദൈവമക്കൾ അറിയണം, പ്രാർത്ഥിക്കുന്ന സഹോദരിമാർ അറിയണം, വേദനിക്കുന്ന സഹോദരങ്ങൾ അറിയണം, വ്യാകുലപ്പെടുന്ന പ്രിയപ്പെട്ടവർ അറിയണം, പദം പറഞ്ഞ് കരയുന്ന ദൈവജനം അറിയണം, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായെന്നുള്ളതാണ് ദൂത്. നോക്കൂ, സെക്കര്യാവ് പറയുക, സെക്കര്യാവിനോട് ദൂതൻ പറയുക, സെക്കര്യാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായെന്ന്. സ്തോത്രം. അപ്പൊ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായെന്ന് പറഞ്ഞപ്പോ സെക്കര്യാവിന് സന്തോഷമാണ്. എന്നാൽ ഈ ദൂതനോട് ചോദിച്ചു, നീ ആരാന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ ആരംഭാധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ എങ്ങനെയാ കാണുന്നത്? എന്താണെന്നറിയാമോ? ദൂതൻ പറയുകയാ, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാകുന്നു. നിങ്ങൾ നോക്കിക്കേ, ഒരു ഐഡന്റിറ്റി വെളിപ്പെടുത്തിയത് കണ്ടോ? എന്താ പറഞ്ഞെന്നറിയാമോ ദൈവമക്കളെ? അവൻ പറയുകയാ, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേല. അപ്പോ എനിക്കതിന് മനസ്സിലായ ഒരു കാര്യം, നമ്മുടെ ഉള്ളിൽ ഒരു ഉറപ്പുണ്ടാകണം, ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്നവനാണെന്ന്. ആ ഒരു ആത്മവിശ്വാസം, ആ ഒരു കോൺഫിഡൻസ് നമുക്കുണ്ടാകണം. ഞാൻ ദൈവദാസന്മാരോട് പലപ്പോഴും പറയാറുണ്ട്, ഞാൻ ദൈവദാസന്മാരുടെ മീറ്റിംഗിൽ ദൈവനെ സംസാരിക്കുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ദൈവദാസന്മാരെ, ദൈവദാസിമാരെ, നമ്മൾ ആരാണെന്നുള്ള ഉറപ്പ്, ഞാൻ ആരാണെന്നുള്ള കോൺഫിഡൻസ് ദൂതൻ അറിയാതെ പറയാനായിട്ട് ദൂതൻ പറയുകയാ, ഞാൻ ദൈവ സന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണെന്ന്. അവന്റെ പ്രൗഢ നോക്കിക്കേ, അവന്റെ ആ ഉറപ്പ് നോക്കിക്കേ, അവന്റെ ധൈര്യം നോക്കിക്കേ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സഹോദരിമാരോട് ഞാൻ പറയാം, നീ ഒത്തിരി പ്രയാസത്തിൽ കിടക്കുന്നയാളാകാം, നീ ഒത്തിരി വേദന അനുഭവിക്കുന്നയാളാകാം, നിനക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത അനവധി വിഷയങ്ങൾ ഉണ്ടാകാം. പക്ഷെ ഞാൻ നിന്നോട് ഈ രാത്രി ഒരു ആലോചന പറയുക, നീ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ദൈവം ഇതിലാ. സ്തോത്രം.
നീ കർത്താവിന്റെ അടുക്കൽ നിൽക്കുന്ന വ്യക്തിയാ. ദൈവം നിന്റെ അടുക്കൽ ഇരിക്കുന്ന വ്യക്തിയാ. 73-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ അവിടെ ഒരു വാക്യം എഴുതിയിട്ടുണ്ട്. 73-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവ് ആ സങ്കീർത്തനത്തിന്റെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 73-ാമത്തെ സങ്കീർത്തനം വായിച്ചു വരുമ്പോൾ 23-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: എന്നിട്ടും ഞാൻ എപ്പോഴും നിന്റെ അടുക്കൽ ഇരിക്കുന്നു, നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. ആസാഫ് പറയുന്ന ഒരു വാക്യമാണ്. ആശ പറയുന്നെന്താ? ഞാൻ നിന്റെ അടുക്കൽ ഇരിക്കുന്നു. അടുത്ത പദമാണ് എന്നെ ചിന്തിപ്പിച്ചത്, നീ എന്റെ വലങ്കരം പിടിച്ചിരിക്കുന്നു എന്ന്. സ്തോത്രം. ദൈവമക്കളെ, നിന്റെ അടുക്കൽ ഇരിക്കുന്ന, നിന്നോട് ചേർന്നിരിക്കുന്ന, നീ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ ഓർക്കണം, നീ ദൈവത്തോട് അടുത്തിരിക്കുമ്പോൾ ഓർക്കണം, എന്താണെന്നറിയാമോ? നിന്നെ ആശ്വസിപ്പിക്കുവാൻ ഈ ദൈവം മാറിയിരിക്കുകയല്ല, അകന്നിരിക്കുകയല്ല, നിന്റെ വലംകരം പിടിക്കാൻ മനസ്സോടെ നിന്നോട് ചേർന്നിരിക്കുന്നവനാണ് ഈ ദൈവം. അങ്ങനെയാണ് ഞാൻ പറയട്ടെ, നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം എന്ന് പറയാൻ കഴിയില്ലേ? ആ ഒരു ഉറപ്പില്ലേ ഇന്ന് രാത്രിയിൽ? സ്തോത്രം. എല്ലാ നിരാശയും വിട്ടുകളഞ്ഞ്, എല്ലാ ഭാരവും പോട്ടെന്ന്. ആമേൻ. എല്ലാം നിരാശയും നമുക്ക് മനഃപൂർവ്വം മറന്നു കളയാം. സങ്കടമാണ് പാസ്റ്ററെ, വേദനയാണ്. ആമേൻ. എന്റെ ബെഡ്റൂമിനകത്ത് ആമേൻ ഞാൻ എഴുന്നേറ്റിരുന്ന് കരയുന്നതിന് കണക്കില്ല ദൈവദാസനെ എന്നായിരിക്കും ഒരുപക്ഷെ നിന്റെ ഉള്ളം പറയുന്നത്. എന്നാൽ ഈ രാത്രി ഞാൻ പറയാം, നിന്റെ പ്രാർത്ഥന വൃഥാവാകില്ല. ഈ ദൈവം നിന്റെ വനം കലം പിടിച്ച് ചേർത്തടയ്ക്കുന്ന ഒരു ദൈവമാണ് എന്ന് മറന്നു പോകരുത്. സ്തോത്രം. ഗബ്രിയേൽ പറഞ്ഞ ആ ദൂതാണ് എന്നെ ഏറെ സന്തോഷിപ്പിക്കുന്നത്. ഗബ്രിയേൽ പറയുക, എനിക്കുറപ്പാണ് ഞാൻ നിൽക്കുന്നത് ദൈവസന്നിധിയിലെന്ന്. ഈ ദൂത് കേൾക്കുന്ന ദൈവദാസന്മാരോടും ദൈവദാസിമാരോടും സഹോദരിമാരോടും സഹോദരങ്ങളോടും ഞാൻ പറയാം, നീ ആയിരിക്കുന്നത് ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ മറവിലാണ്. അതുകൊണ്ട് ഓർക്കണം, ആമേൻ, എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കും എന്ന് വിശ്വസിക്കാനിടയായി തീരണം. അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ, ഈ വായിച്ച കുറിവാക്യത്തിന്റെ 1-ാം ഭാഗം ഒന്ന് നോക്കിക്കേ. 1-ാമത്തെ ഭാഗം 7-ാം അധ്യായം മീഖ 7-ന്റെ 7-ാം വാക്യത്തിന്റെ ആരംഭ ഭാഗം പറഞ്ഞു കേട്ടോ. ഞാനോ യഹോവയിങ്കലേക്ക് എന്റെ കണ്ണ്, ഞാൻ യഹോവയിങ്കലേക്ക് നോക്കും എന്നാണ് താനോടെ പറയാനിടയായി തീർന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം, പ്രാർത്ഥനയോടെ, കണ്ണുനീരോടെ, ഉപവാസത്തോടെ ദൈവത്തിങ്കിലേക്ക് നോക്കാൻ ഈ ദൈവമല്ലാതെ ഞാൻ പറയട്ടെ, നോക്കാൻ പറ്റിയ വേറെ ഒരു ഇടവും ഇല്ല കേട്ടോ, ഒരു വ്യക്തിയുമില്ല. ഇതുപോലെ നോക്കിയാൽ അതിന് കൃത്യമായിട്ട് നമുക്ക് മറുപടി തരുന്ന വേറൊരു ദൈവമില്ലെന്ന് ഓർക്കണം. 34-ാം സംഘത്തിൽ പറയുന്നു, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായെന്ന്. പ്രാർത്ഥിക്കുന്ന ദൈവദാസി, പ്രാർത്ഥിക്കുന്ന സഹോദരി, പ്രാർത്ഥിക്കുന്ന ദൈവത്തിലെ ഈ രാത്രി കേട്ടെ, ഈ ദൈവം ആമേൻ പ്രാർത്ഥന കേൾക്കുമ്പോൾ നീ നോക്കിയാൽ, നിന്നെ തിരിച്ചു നോക്കി നിന്നെ കാണാൻ, നിന്നെ അറിയാൻ ആമേൻ കഴിയുന്ന ദൈവമാണ്. 7-ാം അധ്യായത്തിന്റെ അതിന്റെ 4, 5, 6 വാക്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ചു നോക്കണം. അവിടെ വായിച്ചു നോക്കുമ്പോ അറിയാം, വീട്ടുകാരെ നോക്കിയിട്ട് ഗുണമില്ലെന്ന് മനസ്സിലായി, ഭാര്യയെ നോക്കിയിട്ട് ഗുണമില്ലെന്ന് മനസ്സിലായി, അവൻ പ്രിയപ്പെട്ടവരെ അപ്പനെ നോക്കിയിട്ട് ഗുണമില്ലെന്ന് മനസ്സിലായി, സഹോദരങ്ങളെ നോക്കിയിട്ട് ഗുണമില്ലെന്ന് മനസ്സിലായി. ഇവിടെ പറയുകയാ, 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഞാനത് വിശദീകരിക്കുന്നില്ല, 7-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ മിക പറയുകയാ, ഞാനോ യഹോവയിലേക്ക് നോക്കുന്ന, മറ്റുള്ളവരെയൊക്കെ നോക്കി മടുത്തു, അവിടെയൊക്കെ പ്രതീക്ഷ വച്ചിട്ട് മടുത്തു. ലോകത്തിൽ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല, ഡോക്ടേഴ്സിൽ പ്രതീക്ഷ അർപ്പിച്ചിട്ട് കാര്യമില്ല, മരുന്നിൽ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല, പല വിഷയങ്ങളെയും സോൾവ് ചെയ്യാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. ഞാന് ഈ മീറ്റിങ്ങിന് തുടക്കം മുതൽ എനിക്ക് കയറണമെന്ന് ആഗ്രഹമായിരുന്നു. തുടക്കത്തിലെ ഞാൻ വരാനിരുന്ന പാട്ടുപാടിയ സഹോദരിമാരുടെ അനുഗ്രഹീതമായ ഗാനങ്ങൾ ആസ്വദിക്കണമെന്ന് ആഗ്രഹിച്ചെങ്കിലും ഞാൻ വാഹനം ഓടിച്ചുകൊണ്ട് പാട്ട് കേട്ടുകൊണ്ട് പോകുന്നത്. സ്തോത്രം. ഞാനൊരു വീട്ടില് അല്പനേരം ശിശുവിനെ പ്രാർത്ഥിക്കാൻ വേണ്ടി ദൈവത്തിനെ പറയാൻ പോയതാ. നിങ്ങൾ ആകയാൽ പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തെയാണ് ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കാനിടയായി.